ശിക്ഷയൊന്നുമില്ല. എനിക്ക് അങ്ങോട്ട് പോകുന്ന വ്യക്തി ആയിരത്തറുപത് കിട്ടും. ജീവൻ നഷ്ടപ്പെടുകയും കൃഷിനാശം സംഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ തുടർന്ന് ഇടയിലാണ് 2 ദിവസം മുമ്പേ ഒരു ആദിവാസി യുവതി കടുവ ആക്രമിച്ച് കൊല്ലപ്പെട്ടു. അത് ദാരുണമായ ഒരു കാഴ്ചയാണ്. ആ നടപടികൾ കൊണ്ടൊന്നും അവരുടെ സ്വാന്തന വാക്കുകൾ കൊണ്ടൊന്നും ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന അറിവ് ലഭിച്ചപ്പോഴാണ് ഇന്ന് വയനാട്ടിൽ വന്ന് ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ ആലോചനാ യോഗം നടത്തി തീരുമാനമെടുക്കണം എന്ന് നിശ്ചയിച്ചത്. പ്രകാരം ഒരു യോഗമാണ് ഇവിടെ നടന്നത്. ഈ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ IAS, റെസിഡൻഷ്യൽ കമ്മീഷണർ കൗശികൻ IAS, പ്രിൻസിപ്പൽ ഡയറക്ടർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സാംബശിവറാവു IAS, നോർസോൺ രാജ്പാൽ മീറ IPS, മെമ്പർ സെക്രട്ടറി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ശേഖർ തുടങ്ങിയ ഈ മേഖലയിലെ തീരുമാനമെടുക്കാനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അവസാന വാക്ക് എന്ന് പറയാൻ കഴിയുന്ന ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് പങ്കെടുപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ അറിയുന്നത് പോലെ ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ കളക്ടറും ഈ മീറ്റിങ്ങിൽ മുഴുവൻ സമയവും ഹാജരാവുകയുണ്ടായി. വനം വകുപ്പിൻ്റെ മേധാവി ഗംഗാ സിംഗ്, പ്രിൻസിപ്പൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് കൃഷ്ണൻ, മറ്റ് അഡ്മിനിസ്ട്രേഷൻ ഡോക്ടർ പുകഴന്തി, ഡോക്ടർ ജസ്റ്റിൻ മോഹൻ തുടങ്ങിയ പ്രമുഖരായ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഈ യോഗത്തിൽ പങ്കെടുത്തു. ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ആവശ്യങ്ങൾ ഓരോന്നോരോന്നായി ഞങ്ങളത് പരിശോധിക്കുകയും ഇന്നലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രി ശ്രീ OR കേളുവും ജില്ലാ കളക്ടറും ADM എല്ലാം നൽകിയ ഉറപ്പുകളെക്കുറിച്ചും പരിശോധിച്ചു. ആ ഉറപ്പുകൾ ഒന്നുപോലും തെറ്റാതെ സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് ഇന്ന് നമ്മൾ എടുത്തത്. എന്നാൽ ഇന്ന് നമുക്ക് വീണ്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതേ കഴിവ് തന്നെ വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയും എപ്പോൾ വേണമെങ്കിലും വെടിവെക്കാനുള്ള ഉത്തരവാണ് അതിലൂടെ ഇപ്പോൾ നമ്മൾ തീരുമാനമാണ് ഈ ഉന്നതതല യോഗം എടുത്തിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചത്. ഇതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അദ്ദേഹവും ഇത്തരം നടപടികൾ അനിവാര്യമാണ് എന്ന് ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രിയുടെയും ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെയും ഈ ഇവിടുത്തെ ജീവനക്കാരുടെയും എല്ലാം സഹകരണത്തോടുകൂടി ഈ ഓപ്പറേഷൻ പൂർത്തീകരിക്കാനാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്നത്തെ തീരുമാനം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, നരഭോജി കടുവയായി ഈ കടുവയെ പ്രഖ്യാപിച്ച് ഉത്തരവിറക്കാൻ തീരുമാനിക്കുകയുണ്ടായി. ഈ കാര്യത്തിലെ നിയമസാധു സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലുമായും ലോ സെക്രട്ടറിയുമായും ഒക്കെ ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് ഇത്തരം ഒരു ഉത്തരവ് ഞങ്ങൾ വനവകുപ്പ് പുറപ്പെടുവിക്കുന്നത്. മറ്റൊന്ന് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ചില ആവശ്യങ്ങളാണ്. കാരണം അടിക്കാടുകൾ വെട്ടാത്തത് കൊണ്ട് വന്യജീവികളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. അതുകൊണ്ട് അടിക്കാടുകൾ വെട്ടുന്നതിന് 3 തലത്തിലുള്ള തീരുമാനമാണ് എടുത്തത്. ഒന്ന്, വനത്തിനകത്തെ അടിക്കാടുകൾ വനം വകുപ്പ് തന്നെ നീക്കം ചെയ്യണം.
തോട്ടങ്ങളുമായി ബന്ധപ്പെട്ട അടിക്കാടുകൾ തോട്ടം ഉടമകൾ തന്നെ നീക്കം ചെയ്യണം. തോട്ടം ഉടമകളുമായി ADM ബന്ധപ്പെടുകയും അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ചില തോട്ടമുടമകൾ അതിന് സ്വയം സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ്. ആ മാതൃക മറ്റ് തോട്ടമുടമകളും സ്വീകരിക്കണം. എന്നാൽ കാടിന് പുറത്തുള്ള പ്രദേശത്ത് അത് ഗ്രാമപഞ്ചായത്തുകൾ ചെയ്യണമെന്നാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അതിന് LSGDയുടെ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ഗ്രാമപഞ്ചായത്തുകളുമായി സംസാരിക്കേണ്ടതുണ്ട്. അവരും അത് ചെയ്യുന്നില്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ച് ജില്ലാ കളക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ആ പ്രവൃത്തി നിർവഹിക്കുന്നതിനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ക്യാമറകൾ സ്ഥാപിക്കലാണ്. ഈ പ്രദേശത്ത് ക്യാമറകളുടെ അഭാവമുണ്ട്. ആ അഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഒരാഴ്ചക്കകം 1-ാം തീയതിക്കകം ജസ്റ്റിൻ 1-ാം തീയതിക്കകമല്ലേ ക്യാമറ 1-ാം തീയതിക്കകം ആ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിരീക്ഷണങ്ങൾ വർദ്ധിപ്പിക്കണം. ആ നിരീക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വനം വകുപ്പ് മാത്രം പോരാ, പോലീസിൻ്റെ സഹായവും തേടണമെന്നും അതിനനുസരിച്ചുള്ള സഹായം നൽകാമെന്ന് പോലീസ് വിഭാഗം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അംഗങ്ങളുടെ എണ്ണം ടീം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് ഇനി വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. കാരണം പ്രത്യേകിച്ചും ഈ മേഖലയിലെ 6ഓളം പഞ്ചായത്തുകളിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് അവിടങ്ങളിലും പെട്രോളിംഗ് നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പരിസരവാസികൾക്ക് ഇതാണ്. പിന്നെ നേരത്തെ ചോദിച്ച ആശ്രിതർക്കുള്ള ജോലി നൽകുമെന്ന് ഇന്നലെ പറഞ്ഞതാണ്. ആ വാക്ക് പാലിക്കും. 2ാമത്തെ ഗഡുവായ ധനസഹായം ബുധനാഴ്ചയോടുകൂടി നൽകാൻ കഴിയും. കാരണം അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയാൽ ബുധനാഴ്ചയോടുകൂടി ആ ധനസഹായം നൽകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ നാട്ടുകാരോട് ജനങ്ങൾ ഉത്തരവാദപ്പെട്ട ഗവൺമെൻറ്റിന് വേണ്ടി സംസാരിച്ചവർ നൽകിയിട്ടുള്ള ഉറപ്പുകൾ കഴിയുന്നത്ര വേഗത്തിൽ ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കുകയോ തുടങ്ങി വെക്കുകയോ ചെയ്യുന്ന നിലക്കുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളുടെ ആവശ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വെടിവെച്ച് കൊല്ലുക എന്ന ആവശ്യം, ആ ആവശ്യത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ഗവൺമെൻറ് വനം വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് ഇന്നത്തെ ചർച്ചയിൽ നിന്നും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ.